നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്തെ സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ സഹായം, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ സഹായം, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ പദ്ധതി. ഈ ആനുകൂല്യം വാങ്ങുന്നവരിൽ 2.5 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് ജൂൺ മാസം മുതൽ അല്ലെങ്കിൽ ജൂൺ മാസത്തിന് ശേഷം പെൻഷൻ തടയുമെന്നുള്ള ഒരറിയിപ്പ് വന്നിട്ടുണ്ട്. നമ്മളുടെ ഭാഗത്തു നിന്ന് പലരും ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾക്ക് സ്റ്റാറ്റസ് പരിശോധിച്ച് തന്നെ കാര്യം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് കാരണം മനസ്സിലാക്കി അതിൻ്റെ തിരുത്തലുകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് വരുത്തുകയും വേണം. മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്ക് തടസ്സമില്ല. അവർക്ക് സർക്കാർ നൽകുന്ന 2000 രൂപ വീതമുള്ള ധനസഹായം മുടങ്ങാതെ ലഭിക്കും. എന്നാൽ ഇപ്പോൾ ധനസഹായം മുടങ്ങാൻ സാധ്യതയുള്ളത് 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചുരുക്കം ചില ഗുണഭോക്താക്കൾക്കാണ്. 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷനൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ആളുകൾക്ക് പെൻഷൻ നഷ്ടപ്പെടും എന്നൊരു അറിയിപ്പ് സർക്കാർ നൽകുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. അതായത് പെൻഷൻ ലഭിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് ഹാജരാക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. നാളിതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും കൃത്യമായിട്ട് നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാത്ത ഗുണഭോക്താക്കളുടെ എണ്ണമാണ് ഈ പറഞ്ഞ 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയുള്ള ആളുകൾ. നിലവിൽ 2025 ഡിസംബർ മാസം ഇതിനുള്ള സമയപരിധി അവസാനിച്ചതായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ ജനുവരി മാസം മുതൽ പെൻഷൻ അവർക്ക് നഷ്ടമാകുമായിരുന്നു. പക്ഷേ ഇവിടെ സർക്കാർ ഒരു ഇടപെടൽ നടത്തി 2026 ജൂൺ മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മളുടെ പഞ്ചായത്തിൽ ഏൽപ്പിച്ചാൽ മതി. ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടത് നാളിതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാത്ത ഗുണഭോക്താക്കൾ മാത്രമാണ്. പൊതുവായിട്ട് എല്ലാവരും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 60 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ ഇത് ബാധിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെയാണ്. അതിൽ തന്നെ നാളിതുവരെയായിട്ട് ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ. ഇങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സേവന എന്ന് പറയുന്ന നമ്മുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മളുടെ പെൻഷനർ ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. ഈ രീതിയിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് എങ്കിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടവരാണ്. ഇനി അത് ബാധകമല്ല അല്ലെങ്കിൽ നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ നമുക്ക് തടസ്സങ്ങളില്ല. നമ്മൾ മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് നമുക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 2.5 ലക്ഷം പേർക്കാണ് ആനുകൂല്യം തടസ്സപ്പെടുമെന്ന അറിയിപ്പ് വന്നിട്ടുള്ളത്. ജൂലൈ മാസം മുതൽ അവർ പുറത്താവുകയാണ് ചെയ്യുന്നത്. അതായത് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും. പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊരു അന്വേഷണം ഉണ്ടാകും. അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങിയിരുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുക. അതുമാത്രമല്ല മറ്റെന്തെങ്കിലും നടപടികളും സർക്കാർ സ്വീകരിച്ചേക്കാം. നിലവിൽ വരുമാനം, വാർഷിക വരുമാനം നമ്മൾ സമർപ്പിക്കുമ്പോൾ വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ഈ പെൻഷൻ ഗുണഭോക്താവിന് വേണ്ടി കണക്കാക്കി ആ രീതിയിലൊരു വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കും വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് നൽകുന്നത്. ഈ വരുമാന സർട്ടിഫിക്കറ്റിൽ 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. അർഹതയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയൊക്കെ തന്നെയാണ് സർക്കാർ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.